ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുരുമുളക് രസമാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി 1 ചെറുതായി അരിഞ്ഞത്, മല്ലിയില കുറച്ച് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്, ഉണക്കമുളക് 4 എണ്ണം, ചെറിയ ഉള്ളി 5 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ചതച്ചെടുത്തത്, വെളുത്തുള്ളി 6 അല്ലി ചതച്ചത്, എണ്ണ 2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 4 സ്പൂണ്, ചെറിയ ജീരകം 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, കടുക് 1/2 സ്പൂണ്, പുളി 1 നാരങ്ങയുടെ വലിപ്പത്തിലെ, വെള്ളം 2 ഗ്ലാസ്. ഫസ്റ്റ് നമുക്ക് പുളി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ജീരകം, കടുക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ല പോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പുളി നല്ല പോലെ പിഴിഞ്ഞെടുത്തതാണിത്. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാല നല്ല പോലെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയും കൂടിയായ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.